ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇവിടെ മലമ്പുഴ പഞ്ചായത്തിലെ ഇപ്പോൾ 13-ാം വാർഡാണെന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു നേരത്തെ ഒരു 3 തവണയോളം വേറെ മെഡിസിൻ വാങ്ങിക്കൊടുത്തതാണ്, കളക്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ പ്രാവശ്യം അവർ ഈ മാസം കൂടി മേടിച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അമ്മയ്ക്ക് കുറച്ചു കാലമായിട്ട് ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് തരാറുള്ള ഒരു സ്വാമിയാണ്. എല്ലാ മാസവും 1-ാം തീയതി പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ 2000 രൂപ, ഒരാൾക്ക് 100 രൂപ വീതം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്വാമിയാണ്. പുള്ളി പേര് പറയാനോ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ അടുത്ത മാസം പുള്ളി മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരുടെ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ പരിസരം ഒന്ന് കാണിച്ചു തരാം. എന്താണ് അറിഞ്ഞില്ല? അതെയാ, ഒരു മിനിറ്റ്. 3-4 വർഷമായിട്ട് വാളയാറ് പിംസ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ്. അവിടെ നിന്ന് ഇപ്പോൾ മലമ്പുഴ ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ മെഡിസിൻ ഞാൻ അതാ കാണിച്ചു. ഇതാണ് മെഡിസിൻ. ഇത് ഞാൻ ഇന്ന് വൈകുന്നേരത്ത് കളക്ട് ചെയ്തിട്ട് അവർക്ക് നാളെ കാലത്ത് ഏൽപ്പിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ അവരുടെ വിഷമം ഒന്ന് പറയുന്നുണ്ടാവുന്ന കേട്ടോളൂ. പറഞ്ഞോളൂ അമ്മേ. എനിക്ക് തീരെ വയ്യ. അവിടെ നിന്ന് മരുന്ന് വാങ്ങാനും കൂടി പറ്റാണ്ടായിരിക്കുന്നു. എന്നിട്ടിപ്പോൾ ഞങ്ങൾ മലമ്പുഴ ആസ്പത്രിയിൽ പോയി അവർ തരുന്ന മരുന്നും കൊണ്ട് ഒക്കെയാണ്. എനിക്ക് ഭയങ്കര നാവിസാനൊക്കെ ഭയങ്കര വേദനയും ഒക്കെയാണ്. അപ്പോൾ ഓയിൽമെൻറ്റ് പോലും ഇല്ല വാങ്ങാൻ, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ആകെ കിട്ടണത് പെൻഷനാണ്, 2000 രൂപ കിട്ടും. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യും സാധ്യമല്ല. ഞങ്ങളുടെ ജീവിതം ആരെ കൊണ്ട് സഹായിക്കാൻ മനസ്ഥിതിയുള്ളവര് പറയാൻ പറ്റാത്ത അവസ്ഥ. കരയണ്ട. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ പിംസ് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നെഴുതി കൊടുത്തത് ഒരു മാസത്തോളം, ഒരു മാസത്തിൽ എങ്ങനെയും ഒരു 1500 രൂപയോളം വരും. അതാണ് ഞാൻ 3 തവണ എന്താ മേടിച്ചു തന്നു അല്ലേ? 1500 1600 രൂപയോളം വരും. അപ്പോൾ അവിടുന്ന് മരുന്ന് കഴിക്കാൻ കഴിയാത്തത് കൊണ്ട് മലമ്പുഴ പഞ്ചായത്തിൽ ആരോഗ്യ കേന്ദ്രത്തേക്ക് അവർ ഇങ്ങോട്ട് റെഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ മരുന്നാണ് മേടിക്കേണ്ടത്. അതൊന്ന് ഞാൻ കളക്ട് ചെയ്തിട്ട് നാളെ കാലത്ത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇതേപോലെ മലമ്പുഴ പഞ്ചായത്തിൽ ഏകദേശം ഒരു 25-30 ആൾക്കാരുണ്ട്. 5-ാം വാർഡിൽ മാത്രം 3-4 ആൾക്കാരുണ്ട്. അപ്പോൾ സഹായിക്കാൻ മനസ്ഥിതിയുള്ള ആൾക്കാർ ക്യാഷായിട്ട് വേണമെന്നില്ല. മെഡിസിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ, താല്പര്യമുള്ള കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം വാട്സാപ്പിൽ. എനിക്ക് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കളക്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു തന്നാൽ, മനസ്സ് ഉള്ളവർ ചെയ്തു തന്നാൽ വലിയ ഉപകാരമാകും. ഇവർക്ക് മലമ്പുഴ പഞ്ചായത്തിൽ നിന്ന് ലൈഫിൽ കിട്ടിയ വീടാണ്. അതുകൂടെ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. തേപ്പൂണി മാത്രം കഴിഞ്ഞിട്ടല്ലേ? 2 റൂം തേക്കാനുണ്ടോ? 2 സൈഡും 2 റൂമുണ്ടല്ലേ? അത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പം മരുന്ന് ഞാൻ എത്തിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രത്തോളമാണ് പറയാനുള്ളത്. ഓക്കെ.